സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് റിയൽ സിം ക്രാഫ്റ്റ് ഇട്ടിട്ട് ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞാനൊരു ഷീഡ് കണ്ടുപിടിച്ചു. ഞാൻ മൈൻക്രാഫ്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫൈനലി ഇത് നല്ല കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മളെ തന്നെ വീഡിയോ ഇടാൻ പറ്റും തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നമ്മളെ വീഡിയോ ഇടാൻ പറ്റും. ബിക്കോസ് കുറച്ച് പൈസയൊക്കെ കിട്ടുകയാണെങ്കിലേ അങ്ങോട്ടെ മൈക്കൊക്കെ മേടിച്ചിടാം. ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടി പൊളിക്കും. ഈ സൈഡ് കൊണ്ട് ആ സൈഡിൽ പോയ ഒരു വില്ലേജ് വരുന്നുണ്ട്. ഈ സൈഡ് ഫുൾ ആണെങ്കിലേ ആ സൈഡ് പോവാ. ഈ സൈഡാ ആ സൈഡാ ഒരു നദി ഉണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു നദി കൂടി അപ്പുറത്തെ ഐലൻഡിൽ പോകണം. ചെറിയൊരു നദി. സീഡ് എന്തായാലും കൊടുത്തയച്ചാൽ അത് കുറച്ച് വലിയ സീഡാണ്, എന്നാലും ഞാൻ കൊടുത്തിരിക്കാം ഗൈസ്. സോ കിടിലൻ സീഡാണ്. ട്രൈ ചെയ്യേണ്ടവർ ട്രൈ ചെയ്യുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു കിടിലൻ റിയൽ സിം ക്രാഫ്റ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെന്നും വലിയ മൈൻക്രാഫ്റ്റ് വെച്ച് മടുത്തില്ല. അപ്പം നമുക്ക് പുതിയൊരു സീരീസ് ആയാലോ. അതിനു വേണ്ടിയാണ് ഞാൻ റിയൽ സിം ക്രാഫ്റ്റും കൊണ്ടുവന്നത്. ഇത് തന്നെ നമ്മുടെ വില്ലേജ്. എടാ പോനെ സീനിത്. ഈ സൈഡ് കിടിലൻ സീഡാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ ഓക്ക് പ്ലാങ്ക് പൊളിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓക്ക് പ്ലാങ്ക് വെച്ചൊക്കെ വീടുണ്ടാക്കുമ്പോൾ കിടിലായിരിക്കും കാണാൻ. സോ അതുകൊണ്ട് നമുക്ക് ഓക്ക് പ്ലാങ്കും വുഡൊക്കെ വെച്ചിട്ട് ഒരു കിടിലൻ വീടൊക്കെ സെറ്റാക്കണം. ഇതിൽ ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കയ്യിൽ കിട്ടിയൊരു സീഡാണ്. ജസ്റ്റ് അവിടെ ഇവിടെ വായി ഇട്ടപ്പോൾ സവനാഭയം കിട്ടിയപ്പോൾ വിചാരിച്ചു സവനാഭയം കുഴപ്പമൊന്നുമില്ല, ഊളഭയം തന്നെ, എന്നാലും ഞാൻ കളിച്ച് പോകുന്നു പറഞ്ഞ് പോയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന്, ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ടെന്ന്, വില്ലേജൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ തന്നെ റിയൽ സിം ക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ തുടങ്ങാമെന്നങ്ങ് വിചാരിച്ച്. ഇത് പിന്നെ അടിപൊളി കിടിലൻ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് കുട്ടൻ എന്ന് നമ്മൾ ഇവനെ കണ്ട എന്ന് എരി കയറിപ്പോയി ഇതിന് അവിടെയുള്ള എല്ലാ ഐറ്റംസും എടുത്തുകൊണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഈ ലൂട്ടൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ കാണാമായിരുന്നു ഡയമണ്ടയും കൂമ്പാരമായിരുന്നു ഇവിടെ. ഇത് പൊളി. ഇന്ന് നമ്മൾ പൊളിക്കും കഴിച്ച് ഈ വേൾഡും കൊണ്ട് പൊളിച്ചടുക്കും നമ്മൾ. ഇത് കിടിലൻ, ഇതാണ് കിടിലൻ. നമുക്കൊരു പെട്ടെന്നൊരു അയൺ സ്വാഡ് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇവിടുത്തെ അയൺകുളത്തിനെ ചാടി അടിച്ചില്ല. യെസ്, അപ്പോൾ നമുക്ക് പിന്നെ അടിച്ചടിച്ച് കൊല്ലാം. ഇനിയും കാട്ടി പെട്ടെന്ന് സ്റ്റോൺ സ്വാഡ്. ഇതിനാണ് വിചാരിച്ച സ്പീഡ് ഉണ്ട് കേട്ടോ. ഇത് കിടിലൻ, അത് പൊളിച്ചു. എവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? അതുപോലെ എവിടെയാന്ന് അറിയില്ല. എവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാതായ? കിട്ടി. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും മര്യാദയ്ക്ക് നോക്കാൻ അറിയത്തില്ലേ പൊട്ടൻ. ഓക്കെ, ഇത് ഒരെണ്ണം ഉണ്ടാക്കുക. ഫുൾ അയൺ ആർമർ സെറ്റ്. ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ കുറച്ച് നേരം, വെറും 4 മിനിറ്റ്, അതും കൊണ്ട് ആരെങ്കിലും ഫുൾ അയൺ ആർമർ ഉണ്ടാക്കിയിട്ടുണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വുഡൻ ടൂൾസ് ഉണ്ടാക്കാം. വുഡൻ ആക്സ്, വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റിക്ക് കൂട്ടൻ. ഓക്കെ, എന്നിട്ട് അയൺ ഷവൽ തന്നെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഹോ ഉണ്ടാക്കാനുള്ള ഇതില്ലേ, ഹോ വേണ്ട ഹോ ഉണ്ടാക്കാനുള്ള മൂടില്ല നമുക്ക്. മൂട് പോയി. എടാ ഈ സ്പീഡ് പോലെ ഉണ്ട്. സ്പീഡും ഷവലും തന്നെ, അത് വേറെ കാര്യം. ഇതെന്താ ഇത് പങ്കായം പോലെ ഇരിക്കുന്നത്. സ്പീഡ് പോലെ ഒരു ലുക്കില്ലേ ഇതിന്. ഇത് പങ്കായം പോലെ ഇരിക്കുന്നത്. അതെന്തായാലും പൊളിച്ചു. പങ്കായം.
എന്തായാലും കളിക്കാൻ കിട്ടിയില്ല, അതന്നെ വലിയ കാര്യം. ഞാൻ എന്തിനാ കുടിച്ചു വന്നേ? നേരെ ഇവിടെ നിന്ന് സ്റ്റോമൈൻ ചെയ്താൽ പോലെ. യെസ്, അപ്പോൾ അയണൊക്കെ മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇത് കൊള്ളാട്ടാ, റിയൽ സിം ക്രാഫ്റ്റ്. എനിക്ക് റിയൽ സിം ക്രാഫ്റ്റ് ഇഷ്ടമായി. നമ്മൾ വേറൊരു സീരീസ് തുടങ്ങുന്നതായിരിക്കും, റിയൽ സിം ക്രാഫ്റ്റ് വിത്ത് ഹാർഡ് കോർ, റിയൽ സിം ഹാർഡ് കോർ സീരീസ്. സോ അപ്പോൾ നമുക്ക് 19 സ്റ്റോൺ വേണം. 19 എങ്കിൽ 19 അയൺ സോഡും അയൺ ഷവലൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. ഓക്കെ, പിന്നെ വുഡൻ സോഡ് വെച്ച് കുറച്ച് വുഡ് മൈൻ ചെയ്യാം. ഇവിടെ അടുത്ത് വലിയ വുഡ്, വലിയ മരം വേണ്ട. ഈ വില്ലേജിൽ നിന്ന് ഒരു ബെഡ് അടിച്ച് മാറ്റല്ലേ, വേറെ വരിയില്ല. ഈ റിയൽ സിം ക്രാഫ്റ്റ് സത്യം പറഞ്ഞാൽ കൊള്ളാട്ടാ. ഈ സൈഡ് ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. കിടിലൻ സീഡ്. എന്ത് പറഞ്ഞാലും അടുത്തന്നെ വില്ലേജുള്ള സീഡ് ഞാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ സ്പോൺ തന്നെ വില്ലേജുള്ള സീഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സീഡ് കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞ ടൈപ്പ് സീഡ്. ഓക്കെ, 44 സ്റ്റിക്ക് ഉണ്ടാക്കാം. 44 ആവശ്യം വരുമെന്ന് അറിയില്ല, എന്തായാലും ഉണ്ടാക്കി വെച്ചേക്കാം. എന്നിട്ട് ഒരു സ്റ്റോൺ സ്വാഡ്, ഒരു സ്റ്റോൺ ആക്സ്, ഒരു സ്റ്റോൺ പിക്കാക്സ്, ഒരു സ്റ്റോൺ ഷവല്, ഒരു സ്റ്റോൺ ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഇത്. എന്നിട്ട് നമ്മളിതൊക്കെ പൊട്ടിച്ചെടുത്താൽ നമ്മൾ കിറ്റായി. ഇപ്പോൾ ഫുൾ അയൺ ആർമറും ഫുൾ അയൺ ടൂൾസും. ഓക്കെ, അപ്പോൾ ഈ സീഡിൽ നമ്മൾ നല്ല സ്റ്റാർട്ട് തന്നെ, പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്ന് തന്നെ പറയാം. പിന്നെ റിയൽ സിം ക്രാഫ്റ്റ് ആയതുകൊണ്ടേ എനിക്ക് റിയൽ സിം ക്രാഫ്റ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഓൾഡ് അപ്ഡേറ്റ് ആണ്. ഇത് മറ്റേ സ്ലാബ് ലോക്സൊന്നും ഇല്ല, സ്ലാബ് ലോക്സും ആ ടൈപ്പൊന്നും ഇല്ല ഇതിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റേ സ്ലാബ് ലോക്സൊന്നും കാണാൻ പറ്റാത്തത്. ഇത് പഴയ വർഷനാണ്, ഞാൻ കയറ്റി വെച്ചാണ്, പിന്നെ പുതിയതാക്കാൻ സമയമൊന്നുമില്ല. ഇതാണ് ഇതിലത്തെ ഓക്ക് പ്ലാങ്ക്സ്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇതിലത്തെ ഓക്ക് പ്ലാങ്ക്സ് ഇടില്ലെന്നാണ്. നമുക്ക് ഈ സീഡിൽ വേറൊന്നും ചെയ്യാനില്ലെന്ന്. ഇന്നൊരു ഷോർട്ട് വീഡിയോ അല്ലേ, എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ. സോ നമുക്ക് എന്തായാലും ഇവിടെ ഒരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ബീഹേവ് ഉണ്ട്, അതിനെന്താ ഇങ്ങനെ പൊട്ടിച്ചളയാ. ഇത് പീസ്ഫുൾ മോഡല്ലേ, അവന്മാരൊന്നും ചെയ്യത്തില്ല, അവന്മാർ അവിടെ എവിടെയും കറങ്ങി നടന്നോളൂ. എന്നിട്ട് മറ്റുള്ള ബീസിൻ്റെ നെസ്റ്റിൽ കയറി അവർ രണ്ടുപേരും അടിയാന്ന് തോന്നുന്നു. അടിയാവോ ഇല്ല എനിക്കൊന്നും അറിയത്തില്ല. ഈയിടെ എൻ്റെ ബെഡിക്ക് ആരെങ്കിലും ലിങ്ക് ഉണ്ടല്ലോ, രാത്രി വെച്ച് നിങ്ങൾ ലിങ്കായിട്ട് നിങ്ങൾ എൻ്റെ ബെഡിൽ വെച്ച് കടന്നുറങ്ങിയാൽ ഞാൻ നിങ്ങളെ കൊല്ലും, വേറെ വരില്ല എനിക്ക്. ഞാൻ എന്തായാലും നിങ്ങളെ കൊല്ലും, പറയണില്ല എന്ന് വേണ്ട. സോ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് സെറ്റായിട്ടുണ്ട് ഇവിടെ. കിടിലൻ പെർഫെക്റ്റ് സ്റ്റാർട്ട് തന്നെ. എന്തല്ലേ ഫുൾ അയൺ അയൺ മൈൻ ചെയ്യാണ്ട് ഒരു മടി പിടിച്ചുള്ള ഒരു ഫുൾ അയൺ ആർമർ അങ്ങനെ പറയാം. അല്ലാണ്ട് സാധാ അയൺ ആർമർ എന്ന് ഇതിനൊന്നും പറയാൻ പാടത്തില്ല. അത് ദോഷം കിട്ടും. നമുക്ക് ഈ ആക്സ് ആണോ സ്വാഡാണോ കൂടി? ഈ സ്വാഡിൽ കുറച്ചൊക്കെ ഇതുള്ളൂ, പക്ഷെ ആക്സ് കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആക്സ് നല്ല ഡാമേജ് കൊടുക്കുന്നു. നമുക്ക് കുറച്ച് ഫുഡാക്കാം. ഈടോ മോനെ കോഴിസാറ്, പൂവൻ കോഴിസാറ്, നമുക്ക് കോഴിസാറിനെ കണ്ടു, ഗിരിരാജ്. യെസ്, അപ്പം നമുക്ക് പോയിട്ട് അവിടെ ഇവിടെ കറങ്ങി നടന്നില്ലേ. ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിയാറായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴൊന്നും എണ്ണയത്തില്ല. നമ്മൾ ഇനി കുറച്ച് നേരം കൂടി കളിക്കും. പിന്നെ ചുമ്മാ കുറച്ച് നേരം വന്ന് കളിച്ചു പോകുന്നത് എന്തല്ലേ. സ്റ്റിക്കൊക്കെ എന്തായാലും നമുക്ക് നല്ല ഫുഡ് തന്നെ വേണം. നമുക്ക് കുറച്ച് വരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പേ നിങ്ങൾക്കൊരു വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. വാണിംഗ് എന്നിട്ട് വീണ്ടും വന്ന് കിടക്കുന്നത്. പിന്നെ എനിക്ക് ഇനി ഒന്ന് കിടന്നാൽ ഞാൻ നിന്നെ എന്തായാലും കൊല്ലും.
നാളെ നമുക്ക് ഞാൻ ഓഫ് ക്യാമറ ആയിരുന്നെങ്കിൽ കുറച്ച് വുഡൊക്കെ മെയിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നാളെ നമുക്ക് ഒരു കിടിലൻ വീടൊക്കെ ഉണ്ടാക്കാം. ഇവിടെ വീണ്ടും ഒന്ന് കിടക്കുന്നടാ എൻ്റെ ബെഡിൽ. ഇനി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വില്ലേജിൻ്റെ അപ്പുറത്ത് കൊണ്ട് നമുക്ക് അവിടെ ഏരിയ ഒക്കെ ഫ്ലാറ്റ് ഇട്ട് അവിടെ ഉണ്ടാക്കാം വീട്. വല്ലവന്മാർ ഇനി അവിടെ പോയി കിടന്ന് അവിടെ വെച്ച് കൊല്ലേണ്ടി തന്നെ വരും. വേറെ വഴിയില്ല. അവന്മാർക്ക് ബെഡ് ഉണ്ടായിട്ടും അവിടെ കിടന്നുറങ്ങത്തില്ല. നമ്മുടെ ബെഡിൽ ഒന്ന് കിടന്നുറങ്ങത്തുള്ളൂ. ഓക്കെ, 6 സ്റ്റേക്കും കുക്കാവാറായി. നമ്മുടെക്ക് ബീഫ് കുട്ടനെ കിട്ടിയിട്ടുണ്ട്. ബീഫ് കുട്ടൻ. യെസ്. അപ്പോൾ 7 സ്റ്റേക്ക്. ഇത് പിന്നെ പീസ്ഫുള്ളാണ്. നമുക്ക് എന്നും കളിക്കുന്ന പോലെ ഹാടിക്ക് മാറ്റാം. പിന്നെ പുതിയ വെർഷനാണ്. സോ പുതിയ വെർഷൻ ഏതാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കോപ്പർ അപ്ഡേറ്റ് വന്നിട്ടില്ല. സോ നമ്മൾ കോപ്പർ അപ്ഡേറ്റ് വന്നാൽ ലെറ്റ്സ് പ്ലേ സീസൺ 2 അതിൽ തുടങ്ങും കേട്ടോ. ലെറ്റ്സ് പ്ലേ സീസൺ 2 ഈസി തുടങ്ങാം. നമ്മളെന്നും 6 എണ്ടി തന്നെ തുടങ്ങി എനിക്ക് തന്നെ മടുത്തു. സത്യം പറഞ്ഞാൽ നല്ല സീഡെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കളിച്ചടിച്ച് മടുക്കും. ആ മടുക്കുന്ന ടൈം വരുമ്പോഴാണ് നമ്മൾ വേറെ സീഡ് മാറ്റി കളിക്കുന്നത്. മനസ്സിലായ? ഞാൻ മടുത്താലും മടുത്തില്ലെങ്കിലും ഞാൻ ഒരു സീഡ് കളിക്കത്തില്ല. എന്നുവെച്ചാൽ മടുക്കാത്ത ടൈപ്പ് സീഡൊക്കെ ഉണ്ട്. സുധിയണ്ണൻ്റെ ലെറ്റ്സ് പ്ലേ സീഡില്ലേ, നമുക്ക് ഈ സീഡ് ലെറ്റ്സ് പ്ലേ സീസൺ 3 ആക്കാം. എന്നിട്ട് ലെറ്റ്സ് പ്ലേ സീസൺ 2 നമുക്ക് നമ്മുടെ ഈ സീഡ് തുടങ്ങാം. സുധിയണ്ണൻ്റെ ലെറ്റ്സ് പ്ലേ സീസൺ 3 ഇപ്പോൾ ടെസ്റ്റ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്. ഇത് അയൺ ആർമർ പോലെ തന്നെ ഇല്ല, ഇത് വൂളൻ ക്ലോത്ത് ഇട്ടുണ്ട്. അപ്പോൾ എന്തായാലും പീസ് ഔട്ട്. ഓക്കെ ഗൈസ്, പീസ് ഔട്ട്.